കർണാടക ബാംഗ്ലൂരിലെ ചെറിയൊരു ഏരിയയാണ് സ്വത്തനഹള്ളി. ആ ഒരു ഏരിയയിലായിരുന്നു പുഷ്പാവതിയും അച്ഛനും അമ്മയും ഒരു വീട്ടിൽ കഴിയുന്നുണ്ടായിരുന്നത്. പുഷ്പാവതിയെ നല്ല നിലയിൽ എത്തിക്കണം, നന്നായി പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് അച്ഛനമ്മയും കഷ്ടപ്പെട്ടായിരുന്നു നന്നായി പഠിപ്പിച്ച് കോളേജ് പ്രൊഫസറാക്കിയത്. പുഷ്പാവതിക്കാണെങ്കിൽ ഈ ഒരു സമയത്ത് 30 വയസ്സ് പ്രായമുണ്ട്. ഇങ്ങനെ ഇരിക്കായിരുന്നു കുറേ വർഷങ്ങളായി. അച്ഛനമ്മയെ കല്യാണം കഴിക്കി, നീ നിന്നാൽ പറ്റില്ല, ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയില്ല, നീ എന്തായാലും കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് അവസാനം പുഷ്പാവതിയെ കല്യാണത്തിനായി സമ്മതിപ്പിക്കുന്നു. ആ ഒരു സമയത്തായിരുന്നു പുഷ്പാവതി അച്ഛനോടും അമ്മയോടും എന്തായാലും കുഴപ്പമില്ല, നിങ്ങൾ എന്നെ കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിച്ചു, നിങ്ങൾ തന്നെ ഒരു പയ്യനെ കണ്ടുപിടിക്കണം, ആരായാലും കുഴപ്പമില്ല, നമ്മുടെ ഏരിയയിൽ തന്നെ ഒരാളാണെങ്കിൽ അത്രയും നല്ലതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ പുഷ്പാവതിയുടെ പാരൻസ് ആ ഭാഗത്ത് മുഴുവൻ അന്വേഷിക്കുന്നു. അങ്ങനെ ഇരിക്കുകയായിരുന്നു സ്വത്തനഹള്ളി തന്നെയുള്ള വേണു യുവാവിൻ്റെ പ്രപ്പോസൽ ഇവർക്ക് കിട്ടിയത്. അന്വേഷിച്ച് നോക്കിയപ്പോൾ നല്ല പയ്യനാണ്, ഒരേ ഒരു പയ്യനാണ്, നല്ലൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട്, നല്ല സ്വഭാവമുള്ള ഒരാളാണ് എന്നൊക്കെയായിരുന്നു ആ ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാരൊക്കെ ഈ വേണുവിനെ കുറിച്ച് പറഞ്ഞത്. ഇതൊക്കെ അന്വേഷിച്ച് നോക്കിയ സമയത്ത് പുഷ്പാവതിയുടെ പാരൻസിനും പയ്യനെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പോയി. വേണുവിൻ്റെ ഫോട്ടോ കാണിച്ചപ്പോൾ പുഷ്പാവതിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ കല്യാണത്തിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാനായി രണ്ട് ഫാമിലിയും ഇരുന്ന് സംസാരിക്കുന്നു. കല്യാണത്തിന് മുമ്പ് തന്നെ സ്ത്രീധനത്തെക്കുറിച്ചൊക്കെ വേണുവിൻ്റെ ഫാമിലി വളരെ വ്യക്തമായി ഈ പുഷ്പാവതിയുടെ പാരൻസിനോട് സംസാരിച്ചിരുന്നു. വലിയൊരു എമൗണ്ട് ആയിരുന്നു വേണുവിൻ്റെ പാരൻസ് സ്ത്രീധനമായി ചോദിച്ചത്. അതിന് പുഷ്പാവതിയുടെ പാരൻസും തരാമെന്ന് പറഞ്ഞു ഓക്കെ പറയുന്നു. ഭയങ്കര ഗ്രാൻഡായിട്ടായിരുന്നു കല്യാണം നടത്തിയത്. ആ കല്യാണത്തിന് മുഴുവൻ ചെലവും പുഷ്പാവതിയുടെ പാരൻസ് ചെയ്യാമെന്നായിരുന്നു ഏറ്റത്. അതുകൂടാതെ സ്ത്രീധനവും കല്യാണത്തിന് ചിലവൊക്കെ ഏറ്റെടുത്ത് ഇവരുടെ കയ്യിൽ 5 പൈസ ഉണ്ടായിരുന്നില്ല, മാക്സിമം കടം വാങ്ങി ഉണ്ടായിരുന്ന സ്ഥലമൊക്കെ വിറ്റ് അങ്ങനെ കഷ്ടപ്പെട്ടായിരുന്നു പൈസ സ്വരൂപിച്ച് ഭയങ്കര ഗ്രാൻഡായി മകൾക്ക് കല്യാണം കഴിപ്പിച്ച് വീടിൻ്റെ കൂടെ അയാൾ വീട്ടിലേക്ക് അയച്ചത്. പുഷ്പാവതിക്കാണെങ്കിൽ വീടിനെക്കുറിച്ച് കൂടുതൽ കാര്യമൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അച്ഛനമ്മയെ കണ്ടുപിടിച്ച ആളാണല്ലോ, കുഴപ്പമുണ്ടാവില്ല, നന്നായിട്ട് നോക്കിക്കോളും, നല്ല സ്വഭാവമുള്ള ഒരാളാണെന്നൊക്കെ വിചാരിച്ചായിരുന്നു. അങ്ങനെ വിശ്വസിച്ച് വീടിൻ്റെ വീട്ടിലേക്ക് പുഷ്പാവതി പോയത്. പക്ഷേ പുഷ്പാവതി വിചാരിച്ച പോലെ ആയിരുന്നില്ല കാര്യങ്ങളൊക്കെ വീടിൻ്റെ വീട്ടിൽ വെച്ച് സംഭവിച്ചത്. അങ്ങനെ പുഷ്പാവതി വീട്ടിലേക്ക് എത്തി. അന്ന് രാത്രി ഇവർക്ക് ആദ്യ രാത്രിയായിരുന്നു. പുഷ്പാവതി നേരത്തെ മുറിയിലിരിക്കുന്നു. കുറച്ച് വൈകിയായിരുന്നു വേണു അങ്ങോട്ടേക്ക് എത്തിയത്. അങ്ങോട്ട് എത്തിയ സമയത്ത് ആദ്യമായി പുഷ്പാവതിയോട് വേണു പറഞ്ഞത്, നീ എൻ്റെ കൂടെ കിടക്കണ്ട, നമ്മൾ തമ്മിൽ സെറ്റാവില്ല, നീ തൽക്കാലത്തേക്ക് നിരത്ത് കിടക്ക്, പിന്നെ എപ്പോഴേലൊക്കെ മാറിക്കിടക്കാം, അതായത് ആദ്യ രാത്രിയിൽ നീ നിരത്ത് കിടന്നാൽ മതി, ഞാൻ ബെഡിൽ കിടക്കും, നമ്മൾ തമ്മിൽ സെറ്റാവില്ലെന്നൊക്കെ ഭർത്താവ് ഭാര്യയോട് പറയുന്നു. ഇങ്ങനെയൊക്കെ എവിടെയെങ്കിലൊക്കെ നടക്കുമോ? അതുമാത്രമല്ല അന്ന് രാത്രി പുഷ്പാവതി വിചാരിച്ചത് ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഭർത്താവിനുണ്ടാവുമായിരിക്കും, ചിലപ്പോൾ മൂഡ് ഓഫ് ആയിരിക്കും, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പറയുന്നത്, കുറച്ച് ദിവസം കഴിഞ്ഞാൽ റെഡി ആയിക്കോളും എന്നൊക്കെ വിചാരിച്ച് അതൊക്കെ സഹിച്ച് അന്ന് രാത്രി പുഷ്പാവതി കിടന്നുറങ്ങുന്നു. അടുത്ത ദിവസം രാവിലെ തൊട്ട് ഇയാൾ മാക്സിമം പുഷ്പാവതി അവോയ്ഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒറ്റയ്ക്ക് പുറത്തേക്ക് പോകാം, ഒറ്റയ്ക്ക് പുറത്തേക്ക് പോയി സമയം ചിലവഴിക്കുക, ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുക, മാക്സിമം ഒറ്റയ്ക്ക് തന്നെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. പുഷ്പാവതി സംസാരിക്കുകയോ അല്ലെങ്കിൽ എങ്ങോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പറയുകയോ അങ്ങനെയൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. വേറെ വഴിയില്ലാതെ പുഷ്പാവതി, എന്താണ് നിങ്ങളുടെ പ്രശ്നം, എന്തിനാണ് എന്നെ അവോയ്ഡ് ചെയ്യുന്നത്, എനിക്ക് നിങ്ങൾക്കിടയിൽ എന്താണ് പ്രശ്നമുള്ളത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിച്ച് തീർക്കാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുന്നൊക്കെ പറഞ്ഞ് പലതവണ പറഞ്ഞ സമയത്തും ഇയാൾ വേണു ഒന്നുമില്ല, നീ തൽക്കാലത്തേക്ക് എന്നോട് സംസാരിക്കണ്ട, മാക്സിമം നിൻ്റെ കാര്യം നോക്കി നിൽക്കുക, നമുക്ക് കല്യാണം കഴിഞ്ഞു എന്നൊരു കാര്യം കൊണ്ട് നീ എന്നോട് സംസാരിക്കാൻ വരണ്ട, നമ്മൾ തമ്മിൽ യോജിക്കില്ല എന്നൊക്കെ ഇയാൾ പലതവണ ആവർത്തിച്ച് പുഷ്പാവതി പറയുന്നു. ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് പുഷ്പാവതിക്ക് എന്താണ് സംഭവിക്കുന്നത്, എന്താണ് നടക്കുന്നത് എന്നൊന്നും മനസ്സിലായിരുന്നില്ല. അങ്ങനെ കാലം മുന്നോട്ട് പോകുന്നു. ഒരു ദിവസം വേണു ഈ പുഷ്പാവതിയുടെ അടുത്ത് വന്ന്, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്, എൻ്റെ കൂടെ വാ എന്നൊക്കെ പറഞ്ഞ് ഇയാൾ മുറിയിലേക്ക് കൊണ്ടുപോകുന്നു. ആ സമയത്ത് പുഷ്പാവതി വിചാരിച്ചത് പഴയ പോലെ ഭർത്താവ് നന്നായി, ഇനി കുഴപ്പമുണ്ടാവില്ല, ഇനി നന്നായിട്ട് ജീവിക്കാം എന്നൊക്കെ വിചാരിച്ച് വിശ്വസിച്ച് അയാളെ കൂടെ മുറിയിലേക്ക് പുഷ്പാവതി പോകുന്നു. പക്ഷേ ആ സമയത്ത് ഇയാൾ പറഞ്ഞത്, ഇങ്ങനെ നിങ്ങൾ സ്ത്രീധനമായി തന്നില്ലേ ഒരു എമൗണ്ട്, അതെനിക്ക് തികയില്ല, നീ വീട്ടിലേക്ക് പോയി വലിയൊരു എമൗണ്ട് വാങ്ങിയിട്ട് വാ, നീ അല്ലാതെ അങ്ങോട്ട് വരണ്ട, സ്ത്രീധനമായി വന്നാൽ മതി, സ്ത്രീധനം ഉണ്ടെങ്കിൽ മാത്രമേ നിന്നെ വീട്ടിലേക്ക് കയറ്റുള്ളൂ, നീ മര്യാദയ്ക്ക് പോയി പൈസ വാങ്ങിയിട്ട് വന്നൊക്കെ പറഞ്ഞ് ഇയാൾ അവിടെ വെച്ച് ചൂടാവുന്നു. അത് കേട്ട സമയത്ത് പുഷ്പാവതിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായിരുന്നില്ല. പക്ഷേ ആ ഒരു സമയത്ത് ഇവർ പറഞ്ഞത് കല്യാണത്തിന് വലിയൊരു എമൗണ്ട് അച്ഛനും അമ്മയും ചിലവാക്കിയിട്ടുണ്ട്, അവരെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല, ഉണ്ടായിരുന്ന സ്ഥലം വിറ്റ് കുറേ പേരുടെ കയ്യിൽ നിന്ന് പൈസ കടം വാങ്ങി അങ്ങനെയൊക്കെയായിരുന്നു കല്യാണം നടത്തിയത്. ഇനി അവരെ കയ്യിലെടുക്കാൻ 5 പൈസ ഇല്ല, ആൾറെഡി വാങ്ങിയ പൈസയ്ക്ക് ഇവർ കട അടയ്ക്കാൻ കഴിയാതെ ഭയങ്കരമായി കഷ്ടപ്പെടുന്നുണ്ട്, അവർ വിഷമിച്ചിരിക്കുന്നുണ്ട്, എങ്ങനെയാണ് സഹായിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് നിങ്ങൾ വീണ്ടും സ്ത്രീധനമായി പൈസ വാങ്ങിക്കൊണ്ടുവരാൻ പറയുന്നത്. അത് നടക്കില്ല, ഒരിക്കലും പൈസ വാങ്ങിക്കൊണ്ടുവരില്ല എന്ന് സ്ട്രിക്റ്റായി പുഷ്പാവതി പറയുന്നു. അത് കേട്ട സമയത്ത് വേണു ഭയങ്കര ദേഷ്യം വരുന്നു. ഞാൻ കഴിഞ്ഞിട്ട് ജസ്റ്റ് 2-3 ദിവസം ആയതേ ഉള്ളൂ, അതിന് മുമ്പ് തന്നെ ഇവർക്കിടയിൽ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ വരുന്നുണ്ടായിരുന്നു. ആ ഒരു പോയിന്റിൽ പുഷ്പാവതി പ്രൊഫസറായിരുന്നല്ലോ, കോളേജിൽ പ്രൊഫസറാണ്, ആ ജോലിക്കൊന്നും പോകണ്ട, നീ വീട്ടിൽ തന്നെ നിന്നാൽ മതി, ഇനി ജോലിക്ക് പോവുകയാണെങ്കിൽ നീ നിന്റെ വീട്ടിലേക്ക് പൊക്കോ, നിനക്ക് എനിക്കൊരു ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞ് വീണ് സ്ട്രിക്റ്റായി പറയുന്നു. ആ ഒരു പോയിന്റിൽ പുഷ്പാവതി ജോലിയൊക്കെ നിർത്തിവെച്ച് മുഴുവൻ നേരം വീടിൻ്റെ കൂടെ വീട്ടിലായിരുന്നു കഴിയുന്നുണ്ടായിരുന്നത്. അങ്ങനെ പലതവണ വേണു സ്ത്രീധനമായ പൈസ വാങ്ങിക്കൊണ്ടുവരാൻ പുഷ്പാവതിയോട് പറഞ്ഞ സമയത്തും പുഷ്പാവതി കേൾക്കാതെ ആയപ്പോൾ ആൾ വീണ്ടും പുഷ്പാവതിയെ മുറിയിലേക്ക് വിളിച്ച് ഒരു കാര്യമാണ് പറയുന്നു. അതായത്, ഞാനിങ്ങനെ വേറെ കല്യാണം കഴിക്കാൻ പോവുകയാണ്,
നീ വീട്ടിലിരുന്ന് കുഴപ്പമില്ല, പക്ഷേ ഞാൻ രണ്ടാമത് കല്യാണം കഴിക്കുന്ന സ്ത്രീയില്ലേ അവരായിരിക്കും എൻ്റെ കൂടെ ബെഡിൽ കിടക്കുന്നുണ്ടാവുക. നീ നിലത്ത് കിടന്നോ, ഞാനും അവളും കൂടെ ബെഡിൽ ഒരുമിച്ച് കിടക്കും. നിനക്കെനിക്കും അതിനുശേഷം ഒരു ബന്ധം ഉണ്ടാവില്ല. ജസ്റ്റ് ഭാര്യ എന്ന പേര് മാത്രമേ ഉള്ളൂ. പക്ഷേ എൻ്റെ യഥാർത്ഥ ഭാര്യ രണ്ടാമത് കല്യാണം കഴിക്കുന്ന ആ സ്ത്രീ ആയിരിക്കും. ഞാൻ വൈകാതെ കല്യാണം കഴിക്കുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയും കൂടി ഇയാൾ പറഞ്ഞ് മാനസികമായി ഈ പുഷ്പാവതിയെ പീഡിപ്പിക്കുന്നുണ്ടായിരുന്നു. ഈ സംഭവിക്കുന്ന കാര്യങ്ങളല്ലേ, ഇങ്ങനെ ആദ്യ രാത്രി മുതലേ നടക്കുന്ന കാര്യങ്ങൾ, ഇതൊന്നും പുഷ്പാവതിയെ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞിരുന്നില്ല. രണ്ടാമത് ഇങ്ങനെ സ്ത്രീധനം വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞ കാര്യങ്ങളും അതിനുശേഷം രണ്ടാമത് കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞില്ലേ ആ കാര്യങ്ങളും അങ്ങനെ ഒന്നും വീട്ടിലേക്ക് പുഷ്പാവതി പറഞ്ഞിരുന്നില്ല. അതിന് കാരണം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനമ്മ വിഷമിക്കും. ആൾറെഡി അവർ ഭയങ്കര കഷ്ടപ്പെട്ടാണ് കഴിയുന്നത്. ഇങ്ങനെ കടമടച്ച് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഇതും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ച് പുഷ്പാവതി അഡ്ജസ്റ്റ് ചെയ്ത് ആ വീട്ടിൽ ഇതൊക്കെ സഹിച്ച് ഇരിക്കുന്നു. ഇങ്ങനെ രണ്ടാമത് കല്യാണം കഴിക്കുന്നതൊക്കെ പറഞ്ഞ സമയത്ത് പുഷ്പാവതി കൂടുതൽ സംസാരിക്കാൻ പോയിരുന്നില്ല. നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞ് അവിടെ വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. അതേസമയം തന്നെ ഇയാൾ ഇടയ്ക്കിടയ്ക്ക് ക്രൂരമായി പുഷ്പാവതിയെ ഒരു കാറില്ലാതെ ആക്രമിക്കുന്നു. ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വെറുതെ ചവിട്ടുക, വെറുതെ തല്ലുക, അങ്ങനെ ഓരോ രീതിയിൽ എങ്ങനെയൊക്കെ പീഡിപ്പിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ പുഷ്പാവതിയെ ഇയാൾ ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ കാലമൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. ആ ഒരു പോയിന്റിൽ പുഷ്പാവതി ഒരു കാര്യം ചിന്തിക്കുന്നു. ചിലപ്പോൾ കുഞ്ഞില്ലാത്തത് കൊണ്ടായിരിക്കും ഭർത്താവിനിടയിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുന്നത്. കുഞ്ഞ് ജനിച്ചാൽ എല്ലാം ശരിയായിക്കോളും, കുഞ്ഞ് ജനിച്ചാൽ എല്ലാ പ്രശ്നം മാറിക്കോളും എന്നൊക്കെ വിചാരിച്ച് കുഞ്ഞിനെ കാര്യം പറയാനായി നേരെ ഭർത്താവിൻ്റെ അടുത്ത് പോകുന്നു. ആ സമയത്ത് വേണുവിൻ്റെ അച്ഛനും അമ്മയും അടുത്ത് തന്നെ ഇരിക്കുന്നു. അവർ ഇങ്ങനെ പറയുന്ന കാരണമൊക്കെ കേൾക്കുന്നുണ്ട്. പുഷ്പാവതി നേരെ വന്ന് ഭർത്താവിനോട് ഇങ്ങനെ എനിക്ക് കുഞ്ഞ് വേണം, കുഞ്ഞ് ജനിച്ചാൽ നമുക്കിടയിലുള്ള എല്ലാ പ്രശ്നം മാറും, കുഞ്ഞ് ജനിച്ചാൽ മാത്രം മതി എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞത് കുഞ്ഞ് ജനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല, നിനക്ക് വേണമെങ്കിൽ വേറെ ആരെയിലൊക്കെ സഹായം തേടാം, ഞാൻ വേണമെങ്കിൽ സഹായം ചെയ്തു തരാം, ഞാൻ വേണമെങ്കിൽ വേറെ ആരെയൊക്കെ ഏർപ്പാടാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് ഒരു ഭർത്താവ് പറയാൻ പാടില്ലാത്ത അത്രയും വൃത്തികെട്ട കാര്യങ്ങൾ ഭാര്യയോട് അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ച് വീണു പറയുന്നു. ഇത് കേട്ട സമയത്ത് അമ്മായിയമ്മ സാധാരണ എന്താ പറയുക, ഇങ്ങനെ പറയാൻ പാടില്ല, അതൊക്കെ ഭയങ്കര മോശമാണ്, ഇങ്ങനെയൊന്നും പറയാൻ ഒരിക്കലും പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഈ വേണുവിനെ ഉപദേശിക്കും. പക്ഷേ ആ സമയത്ത് അമ്മായിയമ്മ ചെയ്തത് ഞാൻ വേണമെങ്കിൽ സഹായം ചെയ്തു തരാം, എൻ്റെ കൂടെ കുറേ യുവാക്കളുണ്ട്, നിനക്ക് കുഞ്ഞ് വേണമെങ്കിൽ ഞാൻ അവരെ ഏർപ്പാടാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് ഒരു അമ്മായിയമ്മ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ അവിടെ വെച്ച് പറയുന്നു. ആൾറെഡി ഭയങ്കര ഡിപ്രഷൻ ആയിരിക്കുന്ന പുഷ്പാവതി ഇത്രയും കേട്ട സമയത്ത് എന്താണ് ചെയ്യേണ്ടത്? ഇവരൊക്കെ മനുഷ്യരാണോ, എന്ത് റിപ്ലൈ ചെയ്യണം, എങ്ങനെ സംസാരിക്കണം എന്നറിയാതെ അവരവിടെ സ്തംഭിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര ഡിപ്രസ്ഡ് ആവുന്ന പുഷ്പാവതി എങ്ങനെ എന്ത് റിയാക്ട് ചെയ്യണം, എങ്ങനെ ജീവിക്കണം എന്നറിയാതെ അവർ മുറിയിൽ തന്നെ അടച്ചിരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പുഷ്പാവതി കുറച്ചു നേരം ചിന്തിച്ചപ്പോൾ ചിലപ്പോൾ ഭർത്താവിന് എന്തെങ്കിലും ശരീരത്തിൽ പ്രശ്നം ഉണ്ടാവും, അയാൾക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളത് കൊണ്ടായിരിക്കും കുഞ്ഞ് വേണമെന്ന് പറയുന്നത്. ആ പ്രശ്നം മാറിയാൽ ചിലപ്പോൾ കുഞ്ഞ് വേണമെന്ന് പറയായിരിക്കും എന്ന് വിചാരിച്ച് നേരെ ഭർത്താവിനോട് സംസാരിക്കാമെന്ന് പറഞ്ഞ് നേരെ വേണുവിനെ ഒറ്റ കിട്ടിയ സമയത്ത് ഇരുന്ന് സംസാരിക്കുന്നു. ഇങ്ങനെ നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നമുക്ക് ഡോക്ടറെ അടുത്ത് പോകാം, ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ മാറും, നിങ്ങൾ പേടിക്കുന്നു വേണ്ട, ഞാൻ കൂടെയാണെന്നൊക്കെ പറഞ്ഞ് പുഷ്പാവതി കൂടുതൽ കെയറോടെ സംസാരിക്കുന്നു. പക്ഷെ അത് കേട്ട സമയത്ത് വേണുവിന് ഭയങ്കര ദേഷ്യം വരുന്നു. അയാൾ അത് കേട്ടപാടെ പുഷ്പാവതിയെ ക്രൂരമായി ആക്രമിക്കുന്നു. അങ്ങനെ ക്രൂരമായി ആക്രമിച്ച സമയത്ത് ശരീരത്തിൽ മുഴുവൻ പരിക്കേറ്റ് പുഷ്പാവതി വീട്ടിൽ തന്നെ റെസ്റ്റ് എടുക്കുന്നുണ്ടായിരുന്നു. ഇത്ര ആയ സമയത്ത് കൂടി അവിടെ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചൊന്നും വീട്ടിൽ പുഷ്പാവതി പറയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവസാനം ഇത്രയും പീഡനങ്ങളായ സമയത്ത് ഇവർ മുറിയിൽ തന്നെ അടച്ചിരിക്കുകയായിരുന്നു. പുറത്തേക്കൊന്നും വരാതെ ആരോടും സംസാരിക്കാതെ മുറി തന്നെ ഒതുങ്ങി കഴിയുന്നുണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നില്ല. വീട്ടിൽ നിന്നൊക്കെ ഫോൺ വിളിക്കുന്ന സമയത്ത് കോളൊന്നും പുഷ്പാവതി എടുക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം ഇത്ര ആയ സ്ഥിതിക്ക് എന്തായാലും ഇയാൾക്കൂടെ ജീവിക്കാൻ കഴിയില്ല, തിരിച്ച് വീട്ടിലേക്ക് പോകാൻ കഴിയില്ല. വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്ക് ഭയങ്കര വിഷമാകും. അവരോട് എങ്ങനെ ഉത്തരം പറയുമെന്ന് അറിയാതെ പുഷ്പാവതി ഒരു കാര്യം തീരുമാനിക്കുന്നു. ആ കാര്യം അനുസരിച്ച് ഇവരെ മൊബൈൽ എടുത്ത് തുടക്കം മുതൽ സംഭവിച്ച കാര്യങ്ങൾ, ഇങ്ങനെ ആദ്യ രാത്രിയിൽ ഭർത്താവ് ചെയ്തതും ഭർത്താവ് തന്നെ നിലത്ത് കിടക്കാൻ പറഞ്ഞതും തനിക്കിടയിൽ ഇങ്ങനെ ഒരു ബന്ധം വേണ്ട, ഭാര്യയാണ് എന്നൊരു കാരണം കൊണ്ട് സംസാരിക്കാൻ വരണ്ട, അതിനുശേഷം സ്ത്രീധനമായി ചോദിച്ചതും ആ സ്ത്രീധനം കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ രണ്ടാമത് കല്യാണം കഴിക്കുന്നൊക്കെ പറഞ്ഞ് തന്നെ പീഡിപ്പിച്ചതും, അതുകൂടാതെ ദിവസവും ശാരീരികമായും അതുകൂടാതെ മാനസികമായി ഇയാൾ ഭർത്താവ് പീഡിപ്പിക്കുന്നതും, പിന്നെ അമ്മായിയമ്മ തന്നോട് പറഞ്ഞതും, അവസാനം ഭർത്താവ് തന്നോട് പറഞ്ഞതും, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഒരു വോയിസ് റെക്കോർഡ് സ്വന്തം അച്ഛനമ്മയ്ക്ക് അയച്ചു കൊടുക്കുന്നു. അതുകൂടാതെ ഇവർ ശരീരത്തിൽ ഇങ്ങനെ ആക്രമണത്തിനുണ്ടായ മുറിവുകളൊക്കെ അല്ലേ, അതൊക്കെ ഫോട്ടോ എടുത്ത് ഫോട്ടോയും വീഡിയോസൊക്കെ അച്ഛനമ്മയ്ക്ക് അയച്ചു കൊടുക്കുന്നു. ആ ഫോട്ടോയും വീഡിയോസ് കണ്ട് വോയിസ് റെക്കോർഡ് കേട്ട ശേഷം അച്ഛനമ്മയ്ക്ക് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ റിയാക്ട് ചെയ്യണം, എന്ത് ചെയ്യണം എന്നറിയാതെ അവരപ്പം തന്നെ മകളെ വിളിക്കുന്നു. പക്ഷേ മകളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അവർ ഉടനെ തന്നെ മകൾ താമസിക്കുന്ന വീട്ടിലേക്ക് കുടുംബത്തോടെ അച്ഛനും അമ്മയും അതുകൂടാതെ ഇവരെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, അവരെല്ലാവരും കൂടെ ഓടി അങ്ങോട്ട് വരുന്നു. പക്ഷേ ആ സമയത്ത് വീട്ടിൽ പുഷ്പാവതി ഉണ്ടായിരുന്നില്ല. മകൾ എങ്ങോട്ട് പോയി, എന്താണ് സംഭവിച്ചതെന്ന് ആ സമയത്തുണ്ടായിരുന്ന വേണുവിൻ്റെ അച്ഛനോടും അമ്മയോട് ചോദിച്ചപ്പോൾ എനിക്കറിയില്ല, മുറിയില്ലായിരുന്നു, ഞങ്ങൾ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവർ അവിടെ നിന്ന് ഒഴിവാകുന്നു. പക്ഷേ ആ വോയിസ് റെക്കോർഡ് കേട്ട സമയത്ത് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായിരുന്നു, വേണുവും അച്ഛനും അമ്മയും ചേർന്ന് മകളെ ക്രൂരമായി മാനസികമായി പീഡിപ്പിച്ചിരുന്നു. ആ പീഡനം സഹിക്കാൻ കഴിയാതെ മകൾ എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടെന്ന് വിചാരിച്ച് ഇവർ നേരെ കുറച്ചുകൂടി ലേറ്റാക്കാതെ സ്വപ്നഹളി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി. ഇങ്ങനെ മകളെ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട്
ഭർത്താവും അച്ഛനമ്മയും പീഡിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ മകൾ മിസ്സിംഗ് ആണ്. എല്ലാത്തിനും കാരണം ഇവർ 3 പേരാണ്. മകൾക്ക് എന്ത് സംഭവിച്ചോ അവൾ എങ്ങോട്ട് പോയെന്ന് അറിയില്ല, കണ്ടുപിടിച്ച് തരണം. എല്ലാത്തിനും കാരണം 3 പേരാണ്. അവർ അറസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ആ വോയിസ് റെക്കോർഡും ഫോട്ടോസും വീഡിയോസൊക്കെ എവിഡൻസായി കൊടുക്കുന്നു. അതിനുശേഷം പോലീസ് ഇവർ 3 പേരെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു. അതേസമയം തന്നെ പുഷ്പാവതിക്ക് എന്താണ് സംഭവിച്ചത്, അവർ ഇങ്ങോട്ടാണ് പോയതെന്ന് ആർക്കും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇവർ മാക്സിമം പുഷ്പാവതി പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ, അതുകൂടാതെ ഇവരുടെ ഫ്രണ്ട്സിൻ്റെ വീടുകൾ, ഒരു കുടുംബക്കാരെ വീട്, ആ ഭാഗത്ത് മുഴുവനും അങ്ങനെ പല സ്ഥലങ്ങൾ അന്വേഷിക്കുന്നു. പക്ഷേ പുഷ്പാവതിയെക്കുറിച്ച് ഒരു കാര്യം ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പുഷ്പാവതിയുടെ മൊബൈൽ ഫോൺ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ട്രാക്ക് ചെയ്യാനും സാധിച്ചിരുന്നില്ല. അങ്ങനെ പുഷ്പാവതി മിസ്സായി 2 ദിവസം കഴിയുന്നു. 2 ദിവസമായി ആർക്കും ഒരു ഐഡിയ ഇല്ല. അങ്ങനെ 2 ദിവസത്തിന് ശേഷം പുഷ്പാവതിയുടെ വീട്ടിലെ ഭർത്താവിൻ്റെ വീട്, താമസിച്ചിരുന്ന സ്ഥലം, അവിടെ നിന്ന് കുറച്ച് അകലെയുള്ള വലിയൊരു തടാകമുണ്ട്. ആ തടാകത്തിൻ്റെ കരയിൽ 2 യുവാക്കൾ ഇരുന്ന് സംസാരിക്കുന്നു. അങ്ങനെ സംസാരിക്കുമ്പോൾ തടാകത്തിൻ്റെ വെള്ളത്തിൽ കൂടെ എന്തോ ഒഴുകി ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ട് ഒഴുകി പോകുന്നുണ്ടായിരുന്നു. എന്താണെന്നറിയാതെ അടുത്ത് പോയി നോക്കിയ സമയത്തായിരുന്നു അവർ ശരിക്കും ഞെട്ടിത്തരിച്ചു പോയത്. കാരണം അത് വേറൊന്നുമല്ല, ഒരു സ്ത്രീയുടെ അഴുകിയ ഒരു മൃതദേഹമായിരുന്നു. അവർ ഉടനെ തന്നെ സ്വത്തൻഹള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ഇങ്ങനെ ഒരു മൃതദേഹം തടാകത്തിൽ കിടക്കുന്നുണ്ട്, അർജൻറ്റായിട്ട് വിളിച്ച് വരാൻ പറയുന്നു. കുറച്ച് സമയത്ത് തന്നെ പോലീസും സ്ഥലത്തെത്തി ആ മൃതദേഹം റിക്കവർ ചെയ്ത് അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് ഓട്ടോപ്സിക്ക് അയക്കുന്നു. ആ സമയത്തായിരുന്നു കഴിഞ്ഞ ദിവസം മിസ്സായ പുഷ്പാവതിയില്ലേ, ചിലപ്പോൾ അവരെ മൃതദേഹം ആയിരിക്കും എന്ന് വിചാരിച്ച് ഇവർ പുഷ്പാവതിയുടെ പാരൻസിനെ ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞ് തിരിച്ചറിയാൻ പറയുന്നു. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് എത്തി നോക്കിയ സമയത്തായിരുന്നു ആ മൃതദേഹത്തിൻ്റെ തുണി, അതുകൂടാതെ ശരീരത്തിലെ ചില അടയാളങ്ങൾ, ഇതൊക്കെ നോക്കി അത് പുഷ്പാവതി ആണെന്ന് പറഞ്ഞ് അച്ഛനും അമ്മയും കൂടെ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നത്. ഇങ്ങനെ ഭയങ്കര ഗ്രാൻഡായി ചിലവാക്കി കല്യാണം കഴിപ്പിച്ച് ഭർത്താവിന് വീട്ടിലേക്ക് അയച്ച പുഷ്പാവതി പക്ഷെ അവിടെ വെച്ച് ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ കഴിയാതെ, അതും ഭർത്താവിൻ്റെ പീഡനം, അതുകൂടാതെ ഭർത്താവിൻ്റെ അമ്മയുടെ പീഡനം, ഇതൊക്കെ സഹിച്ച് കുറച്ച് ദിവസങ്ങൾ വരെ കുഴപ്പമില്ലാതെ പുഷ്പാവതി കഴിയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇനി ജീവിക്കാൻ കഴിയില്ല, ഇനി ഭർത്താവിൻ്റെ അമ്മയുടെ പീഡനം സഹിച്ച് ജീവിക്കാൻ കഴിയില്ല തീരുമാനിച്ച് അവസാനം ആത്മഹത്യ ഈ പുഷ്പാവതി ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കേൾക്കുന്ന സമയത്ത് ഇവരെ സഹായിക്കാൻ ആരുമില്ലേ? ഇവർ ആ സമയത്ത് എന്തുകൊണ്ട് ഈ സംഭവങ്ങൾ പറഞ്ഞിരുന്നില്ല? ഇവർ ആ സമയത്ത് ആരെയും സഹായിച്ചിരുന്നെങ്കിൽ ഇപ്പോഴും പുഷ്പാവതി ജീവനുണ്ടാകുമായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് തോന്നും. ഈ സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യണം.